സിനിമയിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് മൂവി കഴിഞ്ഞു. സിനിമാ വിശേഷം ഞങ്ങളോടൊപ്പം പ്രിയപ്പെട്ട ഫാൻസിന് വേണ്ടി ഡയറക്ടർ സാർ പങ്കുവച്ചേ പറ്റുള്ളൂ. നല്ലൊരു കൈ കൊടുക്കാതെ ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാൻ പോവാണ്. ഒക്ടോബറിലാണ് അതിന്റെ ഷൂട്ട് പറഞ്ഞേക്കുന്നത്. മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഒക്ടോബറിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്നതാണ് സിനിമാപരമായിട്ടുള്ള വിശേഷം. എഴുത്തും സംവിധാനമൊന്നും ഉടനെ നടക്കാത്തതുകൊണ്ടും പല കാര്യങ്ങളും തിരക്കായതുകൊണ്ടും അതിങ്ങനെ വൈകി പോവുകയാണ്. എന്തോ നമ്മളൊക്കെ വെല്ലുവിളി. ഇനി ചെറിയൊരു അഡ്വൈസ് ഫാൻസിനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട ചാനലിന്റെ ചെറിയൊരു അഡ്വൈസ് ലൈഫിൽ അഡ്വൈസ് എന്താ? നിങ്ങളായി ജീവിക്കുക. ഞാനായി ജീവിക്കുന്നു. എനിക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയുന്നു. നമ്മൾ മുന്നോട്ടിരിക്കുക. അതേപോലെ അഡ്വൈസ് നിങ്ങളായി ജീവിക്കുക. അല്ലേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ വിപ്ലവങ്ങളാണ് 17 പേര് അതിൽ നിന്ന് അമ്മയിൽ നിന്ന് പോയി. ഇപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രസിഡന്റോ ജോയിന്റ് സെക്രട്ടറിയോ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഏതെങ്കിലും ഒരു ചാൻസസ് ഉണ്ടോ അഖിലിന്? അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടോ? അഖിലെല്ലാം സൈലന്റ് ആയിട്ട് വെച്ചിട്ട് ലാസ്റ്റ് ആണ് പൊട്ടിക്കാറുള്ളത്. എന്തെങ്കിലും അച്ഛനായാലും മര്യാദയ്ക്ക് അപ്പൊ അതൊന്നുമില്ല. ഞാൻ 2 ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ സമയമില്ല. നിങ്ങളൊക്കെ തന്നെ ആണല്ലോ ആരെങ്കിലും ഒക്കെ ആക്കി മാറ്റിയുള്ളത്. ആ ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നാൽ മതി എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ നമുക്ക് മൈക്ക് നമുക്ക് അന്നയിലേക്ക് കണ്ടുവരാം. അഖില് ബിഗ് ബോസ് സീസൺ 5 ഒരു കഥ പറഞ്ഞ സമയത്ത് നാരങ്ങവെള്ളം അടിച്ചോണ്ടിരുന്നപ്പോൾ ഒരു വണ്ടി ഫ്രണ്ടി വന്നിട്ടു. ആ പയ്യനെ കുറിച്ച് പറഞ്ഞു. വളരെ രസകരമായിട്ടാണ് ആ കഥ പറഞ്ഞത്. പക്ഷെ ആ കഥ കണ്ടുകൊണ്ടിരുന്നവരെല്ലാം അഖിൽമാരാണ് കൊട്ടാരക്കരയില് ഏറ്റവും കൂടുതൽ അഖിൽ ഇത്രയും പഠിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആ ഒരു ബിഗ് ബോസ് സീസൺ 5 വേണ്ടി വന്നു. തീർച്ചയായും ഈ ചെറുപ്പക്കാരന്റെ ആ ഒരു കഴിവ് നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ടതാണ്. എത്രത്തോളം ഡൗൺ ടൗണിലാണ് വന്നെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ആ വന്ന കാര്യങ്ങൾ ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നത് നമുക്ക് അന്നയിലേക്ക് പോവാം. കുറെ കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ TG മൊബൈൽസിന്റെ ഇനാഗുറേഷന്റെ ഒരു വേദി തന്നെ വന്നിരിക്കുകയാണ്. 2024 താങ്കളുടേതായിരുന്നു. പ്ലീസ്. അല്ലാതെ ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വഴികളൊക്കെ വളരെ ഉത്തരമാണ്, പോസിറ്റീവാണ്. അതിലാകെ എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് ചെറുപ്പക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സിനിമയിൽ പ്രവർത്തിക്കുന്നവരല്ലാത്തവർ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബിഗ് ബോസ് സമയത്ത് ഞാൻ പറഞ്ഞ എൻ്റെ ചില അനുഭവങ്ങൾ പറയാറുണ്ട്. ആ അനുഭവങ്ങൾ കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഒരു ധൈര്യമാണ് ചേട്ടാ എന്ന് പറയാറുണ്ട്. എനിക്ക് നിങ്ങൾക്ക് പറയാനേ ഉള്ളൂ, ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെയും ധൈര്യമായിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് അതിനുള്ള ക്ഷമയുണ്ടാവട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് പറയാനില്ല. ഒരായും അംഗീകരിക്കാൻ കൂടി അറിയിക്കുന്നതായിരിക്കും. ചെറിയൊരു സമ്മാനമായിട്ട് നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം അല്ലേ? നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് വെൽക്കം വിഷു ദ സ്റ്റേജ്.